ഹായ് നമസ്കാരം. 72ാമത് നാഷണൽ അവാർഡ് കേരളത്തിലേക്ക് എത്തുന്ന ആ മഹത്തായ ദിവസം. ബ്രഹ്മയുഗം എന്ന സിനിമയിൽ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ചാത്തൻ്റെ ക്യാരക്ടർ ചെയ്ത നമ്മുടെ മമ്മൂക്ക 4ാമതും നാഷണൽ അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മലയാളികളുടെ അഭിമാനം, ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസമായിട്ടുള്ള ദ വൺ ആൻഡ് ഓൺലി ദ മെഗാസ്റ്റാർ മമ്മൂക്ക. 4ാമത്തെ നാഷണൽ അവാർഡാണ്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് വാങ്ങിക്കുന്ന ആ നടനെന്ന ബഹുമതിയും കൂടെ ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെ നമ്മുടെ മമ്മൂക്ക കൊണ്ടുവന്നിരിക്കുന്നു. രാഹുൽ സദാശിവാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിരുന്ന ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് ഇത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. എന്നാലും ഇത്തരം വ്യത്യസ്ത സിനിമകൾ, വ്യത്യസ്ത കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നമ്മുടെ മമ്മൂക്ക നമ്മളെ മാത്രമല്ല ഞെട്ടിച്ചത്, ഇത് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ഞെട്ടിച്ചൊരു സിനിമ കൂടിയാണ്. ഓസ്കാർ പനോരമ വേദിയിൽ പോലും ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിച്ചു. ഓസ്കാർ വേദിയിൽ ഒരു ഇന്ത്യൻ സിനിമ ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുന്നുള്ള ആ ഒരു ബഹുമതിയും ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 3 സിനിമകളാണ് മലയാള സിനിമ അവസാന മത്സര രംഗത്ത് എത്തിയത്. ഒന്ന് മമ്മൂക്കാടെ ബ്രഹ്മയുഗം, മറ്റൊന്ന് കിഷ്കിന്ധാകാന്ഡം, മറ്റൊരു സിനിമ കൂടി ഉണ്ടായിരുന്നു. ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് ചെക്ക് വെക്കാൻ മറ്റൊരു സിനിമ ഇല്ല എന്നുള്ളത്. കഴിഞ്ഞ മാസമായിരുന്നു നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കാനായിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് അവർ മാറി. ജൂലൈ പകുതിയോടുകൂടി അല്ലെങ്കിൽ അവസാനത്തോടുകൂടി അവാർഡ് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്. പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ബ്രഹ്മയുഗം എന്ന സിനിമയിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ചാത്തൻ്റെ റോള് അതിനി ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല, ലോക സിനിമയിൽ പോലും ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത അത്രയും റേഞ്ചിലാണ് മമ്മൂക്ക ആ ഒരു സാധനം ചെയ്തു വെച്ചിരിക്കുന്നത്. ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന വലിയൊരു നേട്ടം തന്നെയാണ് നമ്മുടെ മമ്മൂക്കയുടെ മനയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ആഘോഷിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. കാരണം ഇന്ത്യൻ സിനിമയുടെ മുഖം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ, ദ വൺ ആൻഡ് ഓൺലി മമ്മൂക്ക എന്ന് നമുക്ക് ആർജവത്തോടുകൂടി പറയാം, അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം. ആ ഒരു നടൻ്റെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമ, ഇപ്പോൾ 2021 തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഷാക്ക്, അതുപോലെ തന്നെ ബ്രഹ്മയുഗം, നൻപകൽ നേരത്ത് മയക്കം, കാതൽ, അങ്ങനെ ഒരുപാട് സിനിമകൾ, വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ, ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ. ഒരു നടനും ഇന്ത്യൻ സിനിമയിൽ അഭിനയിക്കാത്ത അത്രത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ എടുത്ത് ഈ മനുഷ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അഭിനയത്തിനോടുള്ള അടങ്ങാത്തൊരു ആർത്തി തന്നെയാണ്. പല ഇൻ്റർവ്യൂവിലും നമുക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അഭിനയത്തോട് അടങ്ങാത്തൊരു ആർത്തി തന്നെയാണ്. ആ ഒരു ആർത്തിയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. രാഹുൽ സദാശിവൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബ്രഹ്മയുഗം എന്ന സിനിമയിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനല്ലായിരുന്നെങ്കിൽ ഈ സിനിമയിൽ നിങ്ങൾ ആരെ കാസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രാഹുൽ സദാശിവൻ പറഞ്ഞ, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ ബ്രഹ്മയുഗം സിനിമയിൽ എത്തിയില്ലെങ്കിൽ ഞാനിത് ഇവിടെ വെച്ചങ്ങ് ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ ലോക സിനിമയിൽ ആരും തന്നെ ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയുടെ അവാർഡ് ഇത്രയും നീട്ടിവെച്ചത് തന്നെ മമ്മൂക്കാക്ക് ചെക്ക് വെക്കാൻ മറ്റൊരാളില്ല. അപ്പോൾ ഈ ഒരു അവാർഡ് എങ്ങനെ മമ്മൂക്കാക്ക് കൊടുക്കാതിരിക്കാമെന്നൊരു പക്ഷേ ചിലപ്പം പലരും നോക്കിയിട്ടുണ്ടാവും. പത്മഭൂഷൺ അവാർഡിന് പിന്നാലെ നാഷണൽ അവാർഡും കൂടെ മമ്മൂക്ക മനയിലേക്ക് എത്തുമ്പോൾ നമുക്കെല്ലാം സന്തോഷിക്കാം. ഗ്രേറ്റ് മമ്മൂക്ക, ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ലോക സിനിമയെ തന്നെ ഞെട്ടിക്കുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറുകളൊക്കെ ആയിട്ട് നമ്മുടെ മമ്മൂക്ക നമ്മുടെ മുന്നിൽ വരട്ടെ. ഈ 74ാമത്തെ വയസ്സിലും ചുള്ളൻ ചെക്കനായിട്ട് പോയിട്ട് ആ അവാർഡ് അങ്ങോട്ട് മേടിച്ച് നമ്മുടെ മനയിലേക്ക് അങ്ങോട്ട് കൊണ്ടുവച്ചേര്. കൊടുമൺ പോറ്റിയുടെ ഈ അവാർഡ് തട്ടിയെടുക്കാമെന്ന് ആരെങ്കിലും മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം ഈ മനയെന്ന് പോകണമെന്നുണ്ടെങ്കിൽ അത് കൊടുമൺ പോറ്റി തന്നെ വിചാരിക്കണം, അല്ലാതെ വേറെ ആരിതിൻ്റെ ഇടയിൽ വന്നാലും ഒന്നും നടക്കില്ല. അപ്പം മമ്മൂക്കാക്ക് ഹൃദയം കൊണ്ട് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു. ഒരുപാട് സന്തോഷം. നമ്മുടെ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു വലിയൊരു നിമിഷവും കൂടിയാണ് ഈ നാഷണൽ അവാർഡ് നമ്മളെ തേടി നമ്മുടെ മമ്മൂക്ക നമുക്ക് കൊണ്ടു തന്നത്. ഗ്രേറ്റ് മമ്മൂക്ക, ഗ്രേറ്റ്, ബിഗ് സല്യൂട്ട്.